വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് പിന്നാലെ ആരംഭിച്ച പുനരധിവാസ പ്രവർത്തനത്തിന് ഇന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും പോസ്റ്ററുകൾ വ്യാപകമായി പ്രചരിച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ സർക്കാരിനും നാട്ടുകാർക്കും മറ്റ് സന്നദ്ധ സംഘടനകൾക്കുമൊപ്പം ദുരന്തബാധിതരെ ചേർത്തു പിടിച്ചവരാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ദുരന്തഭൂമിയിലെ രക്ഷാപ്രവർത്തനം മുതൽ വയനാട് ടൗൺഷിപ്പിൽ അതിജീവിതർക്ക് വീട് ലഭിക്കുന്നത് വരെ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഡിവൈഎഫ്ഐ ഒപ്പമുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, പ്രസിഡന്റ് വി വസീഫ് എന്നിവർ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യം മുതൽ തന്നെ കൂടെയുണ്ടായി. വയനാട് പുനരധിവാസത്തിനായി ഡിവൈഎഫ്ഐ ആദ്യം പ്രഖ്യാപിച്ചത് 25 വീടുകളായിരുന്നു. അതിനായി റീബിൽഡ് വയനാട് ക്യാമ്പയിനിലൂടെ പണം കണ്ടെത്താൻ വേണ്ടി പ്രവർത്തകർ നടത്തിയ ഇടപെടലിന് ജനങ്ങൾ നൽകിയത് വലിയ പിന്തുണയും. ആ പിന്തുണയിൽ 25 വീടുകളിൽ നിന്ന് 100 വീടുകളായി ഉയർന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ 20,47,00,000 രൂപ സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ആയിരക്കണക്കിന് വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രി പെറുക്കിയും ചായക്കട നടത്തിയും ബിരിയാണി ചലഞ്ച് നടത്തിയും മീൻ വിറ്റും പായസ ചലഞ്ച് നടത്തിയും കർക്കിടക മരുന്ന് നിർമ്മിച്ചു വിറ്റും കൂലിപ്പണി ചെയ്തുമൊക്കെ പണം സമാഹരിച്ചു. ജന്മദിനാഘോഷങ്ങൾ ഉപേക്ഷിച്ച് അവരുടെ സമ്പാദ്യം സംഭാവന ചെയ്ത കുട്ടികൾ ഉൾപ്പെടെ പൊതുജനങ്ങളിൽ നിന്ന് ശ്രദ്ധേയമായ സംഭാവനകൾ ഡിവൈഎഫ്ഐ നടത്തിയ ക്യാമ്പയിനിന് ലഭിച്ചു. നിരവധി സ്ത്രീകളാണ് തങ്ങളുടെ ആഭരണങ്ങൾ കൈമാറിയത്. ചിലർ ഭൂമി നൽകി. ക്ഷേത്രപൂജാരിമാർ അവരുടെ ദൈനംദിന വരുമാനം സംഭാവന ചെയ്തു. ബസ് ഓട്ടോ ഡ്രൈവർമാർ അവരുടെ ദിവസവുമുള്ള വരുമാനം ഡിവൈഎഫ്ഐ ക്യാമ്പയിന് നൽകി. ഫണ്ട് സ്വരൂപിക്കുന്നതിനായി വളർത്തുമൃഗങ്ങളുടെ ലേലം, ഫുട്ബോൾ ടൂർണമെന്റ്, ബിരിയാണിയും കേരള സദ്യയും വിളമ്പുന്ന ഭക്ഷണശാലകൾ, മത്സ്യം, പച്ചക്കറി എന്നിവയുടെ വിൽപ്പന എന്നിവയും വിവിധ സ്ഥലങ്ങളിൽ നടന്നു. ഏതോ മനുഷ്യന്, അറിയാത്ത മനുഷ്യന് ഒരു കിടപ്പാടം ലഭിക്കാനായി കല്ല് ചുമക്കുമ്പോഴും ആക്രി പെറുക്കുമ്പോഴും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് സർവ്വവും നഷ്ടപ്പെട്ട മനുഷ്യരോടുള്ള കരുതലും സാഹോദര്യബോധവുമല്ലാതെ മറ്റൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. അതേസമയം ചിലർ ദുരിതാശ്വാസ നിധിയിലേക്ക് ചില്ലിക്കാശ് നൽകരുതെന്ന രീതിയിൽ പ്രചാരണം നടത്തി. പുനരധിവാസ പദ്ധതിക്കെതിരെ പ്രവർത്തിച്ചവരുടെ ഭാഗത്തു നിന്ന് യുദ്ധനീതി പോലും ഉണ്ടായിട്ടില്ല. പുനരധിവാസ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നിരവധി പ്രയാസങ്ങളാണ് സർക്കാരിന് നേരിടേണ്ടി വന്നത്. വ്യാജ പ്രചരണം മുതൽ കേന്ദ്ര സഹായ നിഷേധം വരെയുണ്ടായി. യഥാർത്ഥ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കേണ്ട മാധ്യമങ്ങൾ വ്യാജം ചമച്ചു. നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും സാഹോദര്യവുമാണ് ഇത്തരമൊരു ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് നയിച്ചത്. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് തങ്ങൾ ഒരുമിച്ച് ജീവിച്ചതുപോലെ തന്നെ തുടർന്നും ഒരുമിച്ച് കഴിയണമെന്ന ആഗ്രഹമാണ് ഉണ്ടായത്. അവരുടെ ഈ ആഗ്രഹത്തിനൊപ്പം നിൽക്കാനാണ് സർക്കാർ ടൗൺഷിപ്പ് എന്ന ആശയത്തിന് രൂപം കൊടുത്തത്. ടൗൺഷിപ്പിൽ താമസിക്കുന്നതിന് പകരം സ്വന്തമായി മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ തടയില്ലെന്നും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്.